ഒരു കഥ പറയട്ടെ. ഈ കഥ നടക്കുന്നത് ഏതാണ്ട് 20 വർഷം മുമ്പാണ്. സിനിമാമോഹമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരനെ അച്ഛനും ജ്യേഷ്ഠനും നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നു. അച്ഛൻ കസ്തൂരി രാജയ്ക്ക് ഒരു ഹിറ്റ് വേണം. അങ്ങനെ മകനെ നായകനാക്കി മൂത്ത മകൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ എടുക്കാൻ ഇറങ്ങുന്നു. ഷെഫ് ആവുന്നത് സ്വപ്നം കണ്ട് നടന്ന ധനുഷ് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നു. രണ്ടാമത്തെ ചിത്രം ചേട്ടൻ സെൽവരാഘവൻ്റെ സംവിധാനത്തിൽ. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഷൂട്ടിംഗ് കാണാനെത്തിയ കുറച്ച് പേർ ധനുഷിൻ്റെ അടുത്ത് വന്ന് ഈ ചിത്രത്തിലെ നായകൻ ആരാണെന്ന് ചോദിക്കുന്നു. ധനുഷ് വേറെ ഒരാളെ ചൂണ്ടിക്കാണിച്ച് അവനാണ് നായകനെന്ന് പറയുന്നു. പക്ഷെ നായകൻ ധനുഷാണെന്ന് വന്നവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം അവർ മുതലെടുത്തു. അവർ ആർത്ത് ചിരിച്ചുകൊണ്ട് ധനുഷിനോട് ചോദിച്ചത് ഓട്ടോ ഡ്രൈവറുടെ ലുക്കുള്ള നിങ്ങളാണോ ഹീറോ എന്നായിരുന്നു. അന്ന് അപമാനം സഹിക്കാനാവാതെ ഏറെ നേരം അവൻ കാറിൽ ഇരുന്ന് കരഞ്ഞു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് കളിയാക്കി ചിരിച്ചവരെ കൊണ്ട് തന്നെ കാലം കൈയടിപ്പിച്ചു. നിർമ്മാണത്തിനും അഭിനയത്തിനും അടക്കം 4 ദേശീയ അവാർഡുകൾ വാങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അവൻ മാറി. ബോളിവുഡിൽ മാത്രമല്ല ഹോളിവുഡിലും പോയി തിളങ്ങി. സംവിധായകനായി, തിരക്കഥ എഴുതി, ഗാനങ്ങൾ എഴുതി, പാടി, നിർമ്മാതാവായി അയാളൊരു ഓൾറൗണ്ടറാണ്. സിനിമയിലെ ഓൾറൗണ്ടർ. കമൽഹാസനെ മാറ്റി നിർത്തിയാൽ ധനുഷിനോളം ഇങ്ങനെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു തമിഴ് താരമില്ല. 14 വർഷം മുമ്പാണ് ധനുഷ് സിനിമയിലെത്തിയിട്ട് ഏതാണ്ട് 8 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അയാളൊന്ന് കാലുറപ്പിച്ചു വരുന്ന കാലം. ആക്ഷൻ റൊമാൻറ്റിക് ചിത്രങ്ങളിൽ ധനുഷ് പിന്നെയും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ വാർത്ത തമിഴ്നാട്ടിലെ സിനിമാ കോളങ്ങളിൽ നിറഞ്ഞു നിന്നത്. ധനുഷ് സംവിധായകനാവാൻ പോകുന്നു. ഏതാനും വർഷത്തെ പരിചയമുള്ള ഇവൻ സിനിമ പിടിക്കാൻ പോകുന്നു. അച്ഛനും ചേട്ടനും സംവിധായകനാണല്ലോ, അപ്പോൾ അവനും ആഗ്രഹം കാണും. അങ്ങനെ ആ വാർത്ത പലതരത്തിലെ ആളുകൾ എടുത്തു. അങ്ങനെ പത്രക്കാർ ഇതിൻ്റെ സത്യാവസ്ഥ ധനുഷിനോട് തന്നെ ചോദിച്ചു. അതിന് കൃത്യമായി ധനുഷ് മറുപടിയും കൊടുത്തു. അത് ഇങ്ങനെയായിരുന്നു: ഇങ്ങനൊരു സംഭവം ആലോചനയിലേ ഇല്ല. ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ പടച്ചുവിടുന്നവർ തന്നോടൊരു വാക്ക് ചോദിക്കണമായിരുന്നു. ഹാൻഡി ക്യാമിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ മാത്രമേ തനിക്കറിയാവൂ. ഞാനൊരു സംവിധായകനാവുകയോ? ഇങ്ങനെ പറഞ്ഞ ധനുഷ് അവിടെ നിന്നും 8 വർഷം കഴിഞ്ഞപ്പോൾ താൻ സംവിധായകനാവാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് പാപ്പാണ്ടി ഉണ്ടാവുന്നത്. അയാൾ സിനിമയുടെ എല്ലാ വശങ്ങളെയും കുറിച്ച് നല്ലതുപോലെ പഠിച്ചു. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന കഥ നല്ല വൃത്തിയായി ഒരു സിനിമയാക്കി പ്രേക്ഷകർക്ക് നൽകാൻ ആത്മവിശ്വാസം ഉണ്ടായപ്പോൾ അയാൾ സിനിമ പ്രഖ്യാപിച്ചു. എടുക്കുന്നത് റിസ്ക് ആണെന്ന് അറിയാമായിരുന്നു. അതിനായി ഗൃഹപാഠം ചെയ്തു. ചിത്രത്തിലെ അഭിനയത്തിനൊപ്പം ഗാനങ്ങൾ ഒരുക്കി പാടി. പാപ്പാണ്ടി ചെയ്തത് 2017. പിന്നെ ധനുഷ് സംവിധായകൻ്റെ കുപ്പായമണിഞ്ഞ് ഒരു ചിത്രം തിയേറ്ററിലെത്താൻ പോകുന്നത് 2024, അതായത് 7 വർഷങ്ങൾക്ക് ശേഷം. ഇതിനിടയിൽ പാപ്പാണ്ടിയുടെ സ്വീക്കലും എസ് ജെ സൂര്യ, ശരത് കുമാർ എന്നിങ്ങനെ വമ്പൻ താരനിരയിൽ പീരിയോഡിക് ഡ്രാമ തുടങ്ങി ധനുഷ് സംവിധായകനാവുന്ന വാർത്തകൾ പലതു വന്നു. അങ്ങനെ ഒരു വലിയ ചെറിയ ഇടവേളയ്ക്ക് ശേഷം അയാൾ രായനുമായി എത്തുകയാണ്, സംവിധാനത്തിനൊപ്പം നായകനായി. പരാജയങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിരുന്ന തമിഴ് ഇൻഡസ്ട്രിയിൽ കുറച്ചെങ്കിലും ഊർജ്ജമായത് ക്യാപ്റ്റൻ മില്ലറിൻ്റെ ബോക്സ് ഓഫീസ് മുന്നേറ്റമായിരുന്നു. പ്രതീക്ഷയോടെ എത്തിയ ഇന്ത്യൻ 2വിൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. അവിടെയാണ് രായൻ രക്ഷകനാവുമെന്ന് തമിഴ് സിനിമാ പ്രേക്ഷകർ കരുതുന്നത്. വമ്പൻ താരനിരയിൽ ഒരുങ്ങുന്ന ആക്ഷൻ ചിത്രമാണ് രായൻ. സ്കില്ല് കണ്ട് ഞെട്ടിയിരിക്കുന്ന സിനിമാ പ്രേമികൾക്ക് മുന്നിൽ അതിനേക്കാൾ മുകളിൽ വയലൻസ് ഒരുക്കിയ ചിത്രമെന്നാണ് കേൾക്കുന്നത്. അതിന് അടിവരയിടുന്നതാണ് ചിത്രത്തിൽ ലഭിച്ച A സർട്ടിഫിക്കറ്റ്. ചിത്രത്തിലെ ചോരക്കളി അത്രമേലുണ്ടെന്നാണ് പിന്നണി വർത്തമാനം. മറ്റൊരു രസകരമായൊരു കാര്യമുണ്ട്. ധനുഷിൻ്റെ 50ാം ചിത്രമാണ് രായൻ. അച്ഛൻ കസ്തൂരി രാജ സംവിധാനം ചെയ്ത അരങ്ങേറ്റ ചിത്രം തുള്ളൂത വിളമയ്ക്ക് ലഭിച്ചത് A സർട്ടിഫിക്കറ്റ് ആയിരുന്നു. 22 വർഷത്തെ ധനുഷിൻ്റെ സിനിമാ കരിയറിൽ ഈ 2 ചിത്രങ്ങൾ കൂടാതെ മറ്റ് 2 ചിത്രങ്ങൾ കൂടി A സർട്ടിഫിക്കറ്റിലെത്തിയിരുന്നു. പുതുപ്പേട്ടൈ, വട ചെന്നൈ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. തുള്ളൂത വിളമയ്ക്ക് കൗമാര പ്രണയം പറയുന്നത് കൊണ്ടാണ് A സർട്ടിഫിക്കറ്റ് നൽകിയതെങ്കിൽ മറ്റു സിനിമകൾക്കാവട്ടെ വയലൻസിൻ്റെ അതിപ്രസരം കൊണ്ടുമായിരുന്നു. തെന്നിന്ത്യയിലെ 3 സംവിധായകർ ഒരുമിച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നു എന്ന സവിശേഷതയും രായനുണ്ട്. ധനുഷിന് പുറമെ സെൽവരാഘവനും എസ് ജെ സൂര്യയുമാണത്. മലയാളത്തിൽ നിന്ന് അപർണ ബാലമുരളി, നിത്യ മേനൻ എന്നിവർക്കൊപ്പം കാളിദാസ് ജയറാമും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. A റഹ്മാൻ്റെ മ്യൂസിക്കാണ് മറ്റൊരു ആകർഷക ഘടകം. വർഷങ്ങളുടെ ഇടവേള എടുത്താണ് ധനുഷ് സംവിധായകനാവുന്നത്. അത് സിനിമയോടുള്ള അയാളുടെ അഭിനിവേശത്തെ കാണിക്കുന്നതാണ്. ആദ്യ ചിത്രം പാപ്പാണ്ടിയുടെ മ്യൂസിക് ചെയ്ത ഷോൺ റോൾഡൻ പറഞ്ഞിട്ടുണ്ട്, ധനുഷിൻ്റെ മനസ്സിലുള്ള സിനിമകൾ നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോകുന്നതാണെന്ന്. അയാൾ സിനിമയെ കാണുന്നത് ലോക സിനിമയുടെ പാത്രത്തിൽ വെച്ചാണ്. അയാളിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. രായൻ്റെ സെറ്റിൽ താൻ മനസ്സിൽ കണ്ടത് അഭിനേതാക്കൾ പുറത്തെടുത്തില്ലെങ്കിൽ ധനുഷിന് പെട്ടെന്ന് ദേഷ്യം വരുമത്രേ. ചിത്രത്തിലെ മറ്റൊരു അഭിനേതാവായ സെൽവരാഘവൻ ഇത് കാണുമ്പോൾ മാറി നിന്ന് ചിരിക്കും. കാരണം സെൽവരാഘവൻ്റെ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ധനുഷിനോട് സെൽവരാഘവൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പതിവായിരുന്നു. ഒരു ദിവസം സഹിക്കവയ്യാതെ അഭിനയം നിർത്തി പോകാൻ പോലും ധനുഷ് ഒരുങ്ങിയിരുന്നത്രേ. രായന് ശേഷം ധനുഷ് വീണ്ടും സംവിധായകനാവുന്ന ചിത്രമാണ് നിലവുക്ക് എന്മേൽ എന്നടി കോപം. 2016 സൗന്ദര്യ രജനികാന്ത് ധനുഷിനെ നായകനാക്കി ഇതേ പേരിൽ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ചിത്രം നടന്നില്ല.
പവിഷ്, അനിക സുരേന്ദ്രൻ, പ്രിയ പ്രകാശ് വാര്യർ, മാത്യു തോമസ്, വെങ്കടേഷ് മേനോൻ, റാബിയ ഖാത്തൂൻ, രമ്യ രംഗനാഥൻ തുടങ്ങി യുവതാരങ്ങളെ അണിനിരത്തിയാണ് ധനുഷ് ചിത്രം ഒരുക്കുന്നത്. ധനുഷിനൊപ്പം അച്ഛനും അമ്മയും ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ്. ഇനി വരാനുള്ള ധനുഷ് ചിത്രങ്ങൾ. സിനിമകളുടെ തെരഞ്ഞെടുപ്പിലും വേറിട്ട് നിൽക്കുന്ന താരമാണ് ധനുഷ്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ ജോണറിലുള്ള പ്രമേയത്തിലുള്ള സിനിമകളാണ് ധനുഷ് തിരഞ്ഞെടുക്കാറുള്ളത്. അതിനാൽ ധനുഷ് നായകനാവുന്ന ഓരോ സിനിമയുടെ അപ്ഡേറ്റും ചർച്ചയാകാറുണ്ട്. രായന് ശേഷവും ധനുഷിൻ്റെതായി വമ്പൻ ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അതിലേറ്റവും മുൻപന്തിയിലുള്ളത് കുബേരയാണ്. ധനുഷിനൊപ്പം നാഗാർജുനയും പ്രധാന വേഷത്തിലെത്തുന്ന ശേഖർ കമ്മുല ചിത്രം വലിയ മുതൽ മുടക്കിലാണ് ഒരുക്കുന്നത്. ഇളയരാജയായി ധനുഷ് വേഷമിടുന്ന ഒരു ചിത്രം അടുത്തിടെ പ്രഖ്യാപിച്ചത് ഏറെ ചർച്ചയായിരുന്നു. രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിച്ച ഹിറ്റ് സംഗീത സംവിധായകൻ ഇളയരാജയുടെ ബയോപിക് ഒരുക്കുന്നത് അരുൺ മതേശ്വരനാണ്. രാഞ്ജന, അത്രങ്കീരെ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആനന്ദൽ റായ് ധനുഷിനൊപ്പം വീണ്ടും ഒരുക്കുന്ന ചിത്രവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തേരെ ഇഷ്കുമേ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. റഹ്മാനാണ് ഇതിലെയും സംഗീതമൊരുക്കുന്നത്. തിരുച്ചിത്രമ്പലം, മാരി, നാനേ വരുവാൻ തുടങ്ങിയവയിലൂടെ ശ്രദ്ധയാകർഷിച്ച ഛായാഗ്രാഹകനായ ഓം പ്രകാശ് സംവിധായകനായി അരങ്ങേറുന്ന ചിത്രത്തിലും ധനുഷാണ് നായകൻ. ചിത്രത്തിൻ്റെ നിർമ്മാണവും ധനുഷ് തന്നെയാണ്. പോർത്തൊഴിലിലൂടെ ശ്രദ്ധയാകർഷിച്ച യുവ സംവിധായകൻ വിഘ്നേഷ് രാജയുടെ പുതിയ ചിത്രത്തിലും ധനുഷ് നായകനാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ മറ്റൊരു താരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.